എക്സലിൽ നമ്മളൊരു എക്സൽ ഷീറ്റ് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അയാൾക്ക് ചില ഭാഗങ്ങൾ മാത്രം, ചില ഡാറ്റ മാത്രമേ എൻട്രി ചെയ്യാനുള്ളൂ. മറ്റുള്ള ഒരു ഡാറ്റയും ബൈ മിസ്റ്റേക്ക് അയാൾ എന്ത് ചെയ്ത് പോകരുത്, ഡാറ്റ എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് പോകരുത്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഷീറ്റിൽ ഇപ്പോൾ സെയിൽ ഡിസ്കൗണ്ട് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ യെല്ലോ കാണിച്ചിരിക്കുന്നത്, സെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് മൊത്തം യെല്ലോ കാണിച്ചിരിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് മറ്റേ പാർട്ടി എൻട്രി ചെയ്യേണ്ടത്. ബാക്കിയുള്ളതെല്ലാം പ്രൊട്ടക്റ്റ് ആയിരിക്കണം. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ബൈ മിസ്റ്റേക്ക് വരുന്ന പ്രൊട്ടക്ഷൻ അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സെലക്ട് ചെയ്യാം. ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. ഇനി ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു അപ്പ് ആരോ അടിക്കുന്നു. നമ്മൾ യെല്ലോ മൊത്തം സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം കൺട്രോൾ F1 അടിക്കുന്നു, കൺട്രോൾ 1 അടിക്കുന്നു. കൺട്രോൾ 1 അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ഫോർമാറ്റ് സെൽ എടുക്കാം. ഫോർമാറ്റ് സെൽ എടുക്കാം. ഇവിടെ ലോക്ക്ഡ് ടിക്ക് അടിച്ചിട്ടാണ്, അതായത് മൊത്തത്തിൽ ലോക്ക്ഡാണ് ഈ യെല്ലോ എല്ലാ ഷീറ്റ് മൊത്തം ലോക്ക്ഡാണ്. നമുക്ക് അറിയാത്തത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളിന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന യെല്ലോ ഭാഗം മാത്രമാണ് അത്. നമ്മൾ ആ ലോക്ക്, അവിടുത്തെ ലോക്ക് ഒഴിവാക്കി, അവിടെ ലോക്ക് വേണ്ട. ഓക്കെ, ഇനി ഹോമിൽ വെച്ച് ഫോർമാറ്റിൽ പ്രൊട്ടക്റ്റ് ഷീറ്റ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റ് ഷീറ്റ് അങ്ങ് അടിക്കുന്നു. ഇവിടെ സെലക്റ്റഡ് ലോക്ക്ഡ് സെല്ല് സെലക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. വിടേണ്ടതില്ല. ഇനി നമുക്ക് വിട്ടിട്ട് നോക്കാം. എന്തായാലും പാസ്വേഡ് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, സംഭവമായി. ഇനി ഇവിടെ എവിടെയും ആയിരിക്കും ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എററാണ് വരിക, വരില്ല, എവിടെയും വരില്ല. അതേസമയം നമ്മൾ ഇവിടെ അൺലോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഇവിടെ പറ്റും. ഇങ്ങനെ നമ്മൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഷീറ്റിൽ ബൈ ആക്സിഡൻ്റലി വരുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.